മനുഷ്യനും നിർമ്മിത ബുദ്ധിയും തമ്മിലുള്ള അകലം നേർത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും സംസാരിക്കാനും കഴിവ് നേടിയ സാങ്കേതിക വിദ്യകൾ നിലവിൽ ലഭ്യമാണ്. അനന്തമായ സാധ്യതകൾ തുറന്നിടുമ്പോഴും അതുണ്ടാക്കിയേക്കാവുന്ന അപകടങ്ങളെയും നാം കരുതിയിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു 16 വയസ്സുകാരന്റെ ആത്മഹത്യ വാർത്ത കേട്ട് ലോകമൊന്നാകെ ഞെട്ടിയത്. ആത്മഹത്യയിൽ ഓപ്പൺ എഐയുടെ ചാറ്റ്ബോട്ടായ ChatGPT വഹിച്ച പങ്കായിരുന്നു ആ വാർത്തയിലൂടെ പുറത്തുവന്നത്. ആത്മഹത്യാക്കുറിപ്പ് എഴുതാൻ പോലും സഹായിച്ചത് ChatGPT ആയിരുന്നു. മനുഷ്യ സഹായം തേടാൻ സഹായിക്കുന്നതിനു പകരം കുട്ടിയുടെ ആത്മഹത്യാ ചിന്തയെ പ്രോത്സാഹിപ്പിച്ചതായി ആരോപിച്ച് ChatGPTക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കുടുംബം. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡെപ്ത് സംസാരിക്കുന്നത്. സ്വാഗതം. അമേരിക്കയിലെ കാലിഫോർണിയയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ഏപ്രിലിലാണ് ആദം റെയ്നെ എന്ന 16-കാരനായ വിദ്യാർത്ഥിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അവന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ChatGPTക്ക് ആത്മഹത്യയിലുള്ള ഞെട്ടിപ്പിക്കുന്ന പങ്ക് പുറത്തു വന്നത്. ദിവസവും കുറഞ്ഞത് 650 സന്ദേശങ്ങൾ, മിക്കതും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത്. ആത്മഹത്യക്ക് തൊട്ടുമുമ്പ് വരെ ആ ചർച്ച തുടരുകയും ചെയ്തു. ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ പ്രേരണയെ നിരുത്സാഹപ്പെടുത്തേണ്ട ചാറ്റ്ബോട്ട് ചെയ്തതാകട്ടെ പ്രോത്സാഹനമായിരുന്നു. നിലവിൽ ChatGPTക്കും കമ്പനിയായ ഓപ്പൺ എഐക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആദമിന്റെ കുടുംബം. കമ്പനി സിഇഒയും സഹസ്ഥാപകനുമായ സാം ആൾട്ട്മാനെതിരെയും കുടുംബം കേസ് നൽകിയിട്ടുണ്ട്. 40 എന്നറിയപ്പെടുന്ന കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കാത്ത ChatGPT വേർഷനാണ് തങ്ങളുടെ മകന്റെ മരണത്തിന് കാരണമായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതുതരം രീതിയാണ് സ്വീകരിക്കേണ്ടതെന്നും അത് വിജയം കാണാനുള്ള സാധ്യതയുമെല്ലാം ആദമിന് പറഞ്ഞു നൽകിയതും ChatGPT ആയിരുന്നു. അതേസമയം നീണ്ട സംഭാഷണങ്ങളിൽ ചാറ്റ്ബോട്ടിന് നൽകിയിരിക്കുന്ന സുരക്ഷാ ട്രെയിനിങ്ങിന് വീഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഓപ്പൺ എഐയും പറയുന്നത്. മരണത്തിൽ അതീവ ദുഃഖിതരാണെന്നും കമ്പനി അറിയിച്ചിരുന്നു. അടുത്തിടെയാണ് മെറ്റ എഐ ചാറ്റ്ബോട്ടിന്റെ പോളിസികൾ സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. കുട്ടികളോട് പോലും കാമാതുരമായി സംസാരിക്കാൻ പോലും അനുവദിക്കുന്നതാണ് മെറ്റയുടെ ചാറ്റ്ബോട്ട് പോളിസി. ന്യൂയോർക്കിൽ 76-കാരനായ ഒരു വൃദ്ധൻ മെറ്റയുടെ എഐ ബോട്ടുമായി പ്രണയത്തിലാവുകയും ചെയ്തു. മെറ്റയുടെ എഐ ബോട്ടുമായി പ്രണയത്തിലാവുകയും യഥാർത്ഥയാളാണെന്ന് വിചാരിച്ച് കാണാൻ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിരുന്നു. സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ കെൻഡൽ ജെന്നറും മെറ്റ പ്ലാറ്റ്ഫോമും ചേർന്ന് വികസിപ്പിച്ച ബിഗ് സിസ് ബില്ലി ജനറേറ്റീവ് എഐ ആയിരുന്നു ഇവിടുത്തെ വില്ലൻ. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ റൊമാൻറ്റിക് ചാറ്റുകൾ നടത്തുകയും ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പറഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു ഈ മെറ്റാബോട്ട് ചെയ്തത്. അങ്ങനെ കാണാൻ പോകുന്ന വഴിക്കായിരുന്നു 76-കാരനായ അദ്ദേഹം അപകടത്തിൽ മരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ലോകമെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം അകലുകയും റിയൽ അല്ലാത്ത ഇന്റർനെറ്റ് സ്പേസിലെ എഐയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന പ്രവണത ശക്തമാകുന്നുണ്ടെന്നാണ് മെറ്റയുടെ പഠനമടക്കം വ്യക്തമാക്കുന്നത്. എഐ തെറ്റായ വഴിയെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ടെന്ന് സാം ആൾട്ട്മാൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതും ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക പുരോഗതികൾ ഉണ്ടാകുമ്പോഴും അതിനെ പ്രയോജനാത്മകമായി ഉപയോഗിക്കേണ്ടുന്ന രീതിയിൽ അവബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.